അന്നു മുതൽ മന്ദാകിനിയോടുള്ള ആഗ്രഹം വെടിയാതെ അയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. എന്നെ കൊണ്ട് സാധിക്കില്ല. നിങ്ങൾക്കും നിങ്ങളുടെ ഈ ഓപ്പറേഷനും വളരെ നന്ദി. ഇനിയോ മഹാരാജാവിന്റെ മുന്നിൽ ഞാൻ പെട്ട എന്റെ ജീവിതം തൊലഞ്ഞത് തന്നെ. നിന്റെ ജീവൻ ഒരാപത്തും സംഭവിക്കില്ല. പക്ഷേ ഇപ്പൊ നീ പുറത്തു പോയാൽ വെരി ഡേഞ്ചറസ് ആണ്. യെസ്, അകത്തിരിക്കുന്നവരുടെ ജീവന് വലിയ ആപത്താ. സർ, അതിന് എന്റെ ജീവിതം പണയം വെക്കുന്ന എന്തിനാ? ഈ ഓപ്പറേഷൻ ഒന്ന് കഴിഞ്ഞാ പിന്നെ നീ ഫേമസ് ആയിരിക്കും. അതും കറക്റ്റ് ആണല്ലോ. മഹാറാണി അവർക്ക് എന്നോടുള്ള കോപം മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. എങ്ങനെ പോവും മഹാപ്രഭു? ഈ ജന്മത്തിലെ നമ്മൾ തമ്മിൽ കാണാൻ നിമിത്തമായ എന്റെ സ്നേഹിതർ ഇപ്പോഴും കോട്ടയ്ക്ക് പുറത്താണുള്ളത്. ഇതാണോ ഞങ്ങളോടുള്ള മര്യാദ? സ്വയം ആലോചിച്ചു നോക്ക്. അവര് വന്നതിന് ശേഷമുള്ള പ്രശ്നങ്ങൾക്ക് നിങ്ങൾ തന്നെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം മഹാറാണി. നിങ്ങൾ കാണാൻ പോവല്ലേ മഹാരാജാ? ഗുരുജി, നമ്മുടെ ലൈനെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി മെഗാസ്റ്റാറിനുള്ള എൻട്രി ടൈമാണ്. അവൻ നോട്ടം കണ്ടാൽ തന്നെ കടിച്ചു തിന്നുന്ന പോലെ ഉണ്ടല്ലോ. എന്താ ഇങ്ങനെ? റൂബി, അവന്റെ പേര് ദണ്ഡനായകൻ. അവനെ വളരെ ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാൻ. നോക്ക്, ഗുരുജി വന്നു. ഹായ്. മഹാരാജന് പ്രണാമം. ദണ്ഡനായക പ്രഭു, ഇവർ നമ്മുടെ മഹാറാണിയുടെ വിശിഷ്ട അതിഥികളാണ്. ഇവരുടെ ഇഷ്ടാനുഷ്ടങ്ങൾ അന്വേഷിക്കേണ്ട കടമ നമ്മൾക്കുണ്ട്. വന്ദനം ഗുരുജി. ചെല്ലു, ഇവരെ രാജമര്യാദയോടെ കൂട്ടിക്കൊണ്ടുപോകും. കൽപ്പന പോലെ. ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നേ നോക്കിക്കോ. എന്താ ഇവർ അതിഥിയാണെന്ന് പറയുന്നേ? ഏയ്, ആദ്യമേ അങ്ങനെ പറയൂ. പിന്നെ നമ്മൾ എന്തിനു വന്നതെന്നറിഞ്ഞ അപ്പം നോക്കിക്കോളാമാര്. അല്ല, ഇതിന്റെ ഇടയ്ക്ക് നീ എവിടെ പോയതാ? നിനക്ക് വേണ്ടി സ്പെഷ്യലായി എന്റെ അടുത്ത് തന്നെയുള്ള റൂം റെഡിയാക്കുമായിരുന്നു. പകൽക്കിനാവോ? അങ്ങനെങ്കിൽ മഹാരാജാവിന്റെ അടുത്തുള്ള റൂം റെഡി ആയിട്ടുണ്ട്. അവിടെ പോയി കിടന്നോ. ചെല്ല്. അയ്യോ, ചെല്ല് ചെല്ല്. ഇവർക്ക് സംശയം തോന്നാത്ത രീതിയിൽ എല്ലാം ചെയ്തു തീർക്കണം. പ്രണാമം. പ്രണാമം. കോട്ടയ്ക്കുള്ളിൽ അതിഥി രൂപത്തിൽ 2 വിരുന്നുകാർ വന്നിട്ടുണ്ട്. അവർക്കുമേൽ നിങ്ങളുടെ കണ്ണുണ്ടായിരിക്കണം. എന്തെങ്കിലും ചെറിയ സംശയമുണ്ടായാൽ പോലും എത്രയും വേഗം എന്നെ അറിയിക്കണം. മനസ്സിലായി? ഇവളെന്താ ഈ അസമയത്ത്? യുവരാജാവും ഉണ്ടോ? എന്റെ സഹോദരിയും ഇവരുടെ കൂട്ടാളിയാണ്. ഇവിടെ എന്ത് നടക്കുന്നുണ്ട്? ഉടനെ മനസ്സിലാക്കണം. അവരുടെ സമ്മതം വാങ്ങി നിങ്ങളെ അകത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ കുറെ കഷ്ടപ്പെട്ടു സാർ. ലക്കി. ആ ദണ്ഡം വരുന്നുണ്ട്. Let's all communicate in English. Out of 3 days, we are left only 2 days now. ഇതുവരെ നമ്മൾ വിചാരിച്ച പോലെയല്ല നടന്നത്. ബട്ട് ഗോഡ്സ് ഗ്രേസ്, ആ ട്രഷർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാ അതിനുശേഷം നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യാ? നമുക്ക് എങ്ങനെയെങ്കിലും ആ നിധിയിരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുപോകണം. താമസിച്ചുകൂടാ. ഈ സംഭാഷണം മനസ്സിലാവുന്നില്ലല്ലോ. ആദ്യം നമ്മൾ ആ ട്രഷറിന്റെ അടുത്ത് എങ്ങനെ എത്താൻ പോകുന്നത്? ഇറ്റ്സ് വെരി സിമ്പിൾ. ലെറ്റ്സ് മീ എക്സ്പ്ലെയിൻ. ഇത് ഈ കോട്ടയുടെ ഫുൾ ആർക്കിടെക്റ്റാ. ഇവിടെയാണ് നിധി ഉള്ളത്. നാളെയാണ് ചന്ദ്രഗ്രഹണം. മഹാരാജാവിന് ഈ ഗ്രഹണത്തിൽ വളരെ വിശ്വാസമാണ്. ഗ്രഹണം തീരുന്നതുവരെ ആരും ഈ കോട്ടയിൽ നിന്നും പുറത്തേക്ക് വരാറില്ല. നമുക്കിതാണ് പറ്റിയ സമയം. എങ്ങനെയെങ്കിലും നിധി എടുത്തിട്ട് കോട്ടയുടെ തെക്ക് ഭാഗത്ത് 200 മീറ്റർ അകലെയുള്ള തുരങ്കത്തിലൂടെ നമുക്ക് പുറത്തു കിടക്കാം. ഓ, come on, let's go. Yes.
എന്തോ സംഭവിക്കുന്നുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ വന്നത് എൻ്റെ സഹോദരിയും അവളുടെ മകനുമാണോ? അല്ലെങ്കിൽ ഇതാ സൂത്രശാലിയുടെ മായാജാലമായിരിക്കുമോ? ഇവിടെ എന്താണ് നടക്കുന്നത്? ഹേയ്സ്, അറിയാം. ഗ്രഹണം കഴിയുന്നതിന് മുമ്പ് നമുക്ക് നിധി എടുത്തിട്ട് പുറത്തു കിടക്കാം. രാജു, ബോക്സ് എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാ ഗുരുജി. Oh, yes. ലെറ്റ്സ് ബി കെയർഫുൾ. കം ഓൺ. Yes. പോകാം. പേടി ഞാനില്ലേ കൂടെ. ഇതിലേ ഞാൻ നോക്കിക്കോളാം, വിട്. പതിയെ വരും. വാ. ഓം നമഃശിവായ. ഗുരുജി, ഞാനിതുപോലുള്ള സാഹസങ്ങൾ എത്രയോ നേരിട്ടതാ. ഞാനുള്ളപ്പോൾ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്യൂ. ശരി ഗുരുജി. രാജു, ഗുരുജി, ഇതേതാ ഈ പ്രതിമ? എന്താ നീ എന്താ ചെയ്ത്? ഞാനൊന്നും ചെയ്തില്ല ഗുരുജി. ഇവിടെ കൈവച്ചപ്പോൾ അവിടെ നിന്ന് ശബ്ദം വന്നു. ഇതിന്റെ മേലെയോ? ആ ആ, പിടിച്ചോ. രാജു, തിരികെ. ശരി ഗുരുജി. Get it. Yes. ഓപ്പണായില്ലേ? ഇതാണ് നിധി. ഇതൊക്കെ സ്വർണ്ണമാണോ? നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാങ്കരായ മഹേശ്വരായ യജ്ഞായ സ്വത്തായ ദിഗംബരായ തസ്മൈനകാരായ നമഃശിവായ. ഇതെല്ലാം എടുത്ത് ബോക്സുകളിലാക്കുക. ഡു ഇറ്റ് ഫാസ്റ്റ്.